ക്രിസ്തുവില് എത്രയും സ്നേഹം നിറഞ്ഞവരെ. നമ്മൾ ക്രിസ്തുമസിന് ഒരാഴ്ച മാത്രം അകലെയാണ്. നമ്മുടെ ഈ ഓട്ടം തീരുന്നതിന് മുമ്പുള്ള ആഗമന കാലത്തിലെ അവസാനത്തെ ഞായറാഴ്ച സഭാമാതാവ് നമ്മോട് ആവശ്യപ്പെടുന്നത് ഉണർന്നിരുന്നു കൊണ്ട് സങ്കീർത്തകനോടൊപ്പം പല്ലവികൾ ഉരുവിടുവാനാണ്. കർത്താവ് പ്രവേശിക്കട്ടെ, അവിടുന്ന് മഹത്വത്തിൻ്റെ രാജാവാണ്. 24 സങ്കീർത്തനം ഉടനീളം കവാടങ്ങൾ ഉയർത്തുന്നതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആഗമന കാലത്ത് നമ്മൾ ചെയ്യേണ്ട ഒരുക്കത്തെക്കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത്. മഹത്വത്തിന്റെ രാജാവായ ക്രിസ്തുവിന് പ്രവേശിക്കാൻ നാം നമ്മുടെ ശിരസ്സുകൾ ഉയർത്തണം, നമ്മുടെ ജീവിതവും ഹൃദയവും തുറക്കണം. സങ്കീർത്തകൻ തുടർന്നും പറയുന്നുണ്ട്, ശുദ്ധമായ കൈകളും നിർമ്മലമായ ഹൃദയവും. അതായത് ജീവിതത്തിൽ വിശുദ്ധമായ പ്രവൃത്തികൾ ഉള്ളവർക്ക് മാത്രമേ ഈ മഹത്വത്തിന്റെ രാജാവിനെ കാണാൻ പോകാനും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് സന്നിഹിതരാകാനും അവിടുത്തെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനും അവിടുത്തെ നീതിയിൽ ജീവിക്കാനും സാധിക്കുകയുള്ളൂ. ആഗമന കാലത്തിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ യോഹന്നാൻ നമ്മുടെ വഴി നേരെയാക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. ഇപ്പോൾ അവിടുന്ന് അടുത്തു വരുമ്പോൾ നമ്മുടെ ശിരസ്സും ഹൃദയവും ജീവിതവും ഉയർത്തുവാൻ നമ്മെ വിളിക്കുന്നു. ഇപ്പൊ പൂർണ്ണമായി തുറന്നാൽ മാത്രമേ ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ദൈവത്തെ സ്വീകരിക്കാൻ കുറഞ്ഞ അളവിൽ മാത്രമേ നമ്മെ തന്നെ ഒരുക്കാറുള്ളൂ. ഒരുക്കത്തിൽ തന്നെ നാം ചിലപ്പോൾ ഇടവേളകൾ എടുക്കാറുണ്ട്. അഥവാ ഒരുങ്ങിയാലോ ജീവിതത്തിന്റെ ഒരു ഭാഗത്തേക്ക് ചിലപ്പോൾ ഒരു ചെറിയ വശത്തേക്ക് ഒരുക്കാൻ നാം പരിശ്രമിക്കുന്നു. ദൈവം ഇന്ന് സങ്കീർത്തനത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത് ഒട്ടും അടിച്ചു നിൽക്കാതെ അവിടുന്ന് എങ്ങനെ വന്നാലും അവിടുത്തെ പൂർണ്ണമായി സ്വീകരിക്കാൻ നമ്മെ തന്നെ പൂർണ്ണമായി തുറക്കുവാനായിട്ടാണ്. ഇപ്പൊ ജീവിതത്തിന്റെ കവാടങ്ങൾ തുറക്കുവാനായിട്ട് നമുക്ക് മാതൃകയായിട്ട് നിൽക്കുന്നത് വിശുദ്ധ യൗസേപ്പ് പിതാവ് തന്നെയാണ്. ഇപ്പൊ പരിശുദ്ധ കന്യകാമറിയം ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മാലാഹയാണ് യൗസേപ്പിനെ കവാടങ്ങൾ തുറക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഇപ്പൊ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട മാലാഹ അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യൗസേപ്പെ, നിന്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കാൻ ഭയപ്പെടേണ്ട. അപ്പൊ യൗസേപ്പിന് തീർച്ചയായും ഭയപ്പെട്ടിരുന്നു. തൻ്റെ ഭാര്യയായ മറിയത്തെ അത്യധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ കാണുകയും ചെയ്തിരുന്നു. അപ്പൊ മറിയം ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ അവൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് മാലാഹ നിർബന്ധിതനായി ഇങ്ങനെ പറഞ്ഞത്, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഇപ്പൊ മാലാഹ യൗസേപ്പിന് പുതിയ വിവരങ്ങളാണ് നൽകുന്നത്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും യൗസേപ്പ് തന്നെ തുറക്കുന്നതായിട്ട്. അവൻ തൻ്റെ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവാടങ്ങൾ തുറന്നു. ഉണർന്നപ്പോൾ അവൻ കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു, മറിയത്തെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു. ഇപ്പൊ ക്രിസ്തുവിന്റെ ജനനത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലായിരിക്കുന്ന നമുക്ക് ആഗമന കാലത്തിലെ 4-ാം ഞായറാഴ്ച സഭയിൽ സുവിശേഷം നൽകുന്നത് യേശുവിന്റെ ജനനത്തിന് മുമ്പ് ഇത് ചരിത്രപരമായി സംഭവിച്ചത് കൊണ്ട് മാത്രമല്ല. അപ്പൊ നമ്മളും ഭയപ്പെടാതെ നമ്മുടെ കവാടങ്ങൾ തുറന്ന് മറിയത്തെയും അവളുടെ പുത്രനെയും യൗസേപ്പിനെയും നമ്മുടെ ഭവനത്തിലേക്ക്, ജീവിതത്തിലേക്ക് ഇപ്പോഴും ക്രിസ്തുമസിന് ശേഷവും സ്വീകരിക്കുവാൻ വേണ്ടിയാണ്. നമ്മൾ പാപികളാണ്, അയോഗ്യരാണ് എന്ന ചിന്ത വന്നേക്കാം. ഇപ്പൊ ക്രിസ്തുവിനെയും അവിടുത്തെ അമ്മയെയും വിശുദ്ധ യൗസേപ്പിനെയും ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ഒരർഹതയുമില്ല എന്ന തോന്നൽ വന്നേക്കാം. ഇപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് കേവലം സന്ദർശകരായിട്ടല്ല, സ്ഥിരമായ കൂട്ടുകാരായി സ്വീകരിച്ചാൽ മാത്രമേ നമ്മൾ വഴിതെറ്റുമെന്നോ എങ്ങനെ പെരുമാറണമെന്നോ നമ്മുടെ വ്യക്തിത്വവും തനിമയും നഷ്ടപ്പെടുമെന്നോ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവൻ വന്നത് നമുക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയാണ്. നമ്മുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ
മഹത്വത്തിൻ്റെ രാജാവ് വരുമ്പോൾ നമ്മൾ എങ്ങനെ സ്വാഗതം ചെയ്യണമെന്ന് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ശേഷിച്ച ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവിടുത്തെ സ്വാഗതം ചെയ്യുമ്പോൾ, അവിടുത്തെ നമ്മുടെ ഉള്ളിൽ വരുവാൻ അനുവദിക്കുമ്പോൾ നമ്മൾ വിളിക്കേണ്ട 2 നാമങ്ങളെക്കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് എമ്മാനുവൽ, രണ്ടാമതായിട്ട് യേശു. യേശുവിൻ്റെ ജനനത്തിൻ്റെ അത്ഭുതകരമായ സംഭവങ്ങൾ വിവരിക്കുമ്പോൾ വിശുദ്ധ മത്തായി ഇപ്രകാരം എഴുതുന്നുണ്ട്: കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇമ്മാനുവേൽ എന്നാൽ ദൈവം നമ്മോടുകൂടെ എന്നാണ് അർത്ഥം. ഈ പ്രവചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ദൈവം അക്ഷരാർത്ഥത്തിൽ നമ്മോടുകൂടെ എന്നും വസിക്കും എന്നതായിരുന്നു. ദൈവം നമ്മോടുകൂടെ ആയിരിക്കുന്ന ഒരു മാർഗമാണ് വിശുദ്ധ കുർബാന. യേശു തൻ്റെ തിരുശരീരത്തിലും തിരുരക്തത്തിലും നമ്മോടുകൂടെ സത്യമായും സത്തയായും സന്നിഹിതനാണ്. വിശുദ്ധ കുർബാനയാണ് എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. രണ്ടാമതായിട്ട് യേശു. യേശുവിൻ്റെ സാന്നിധ്യത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അത് രണ്ടാമത്തെ നാമത്തിലേക്ക് നമ്മെ വഴി നടത്തുന്നു. മറിയത്തിൻ്റെ പുത്രന് നൽകാൻ മാലാഹ യൗസേപ്പിനോട് പറഞ്ഞ പേരിന് ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. നീ അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന പേരിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ്. ഈ ശിശുവിലൂടെ ദൈവം യഹൂദന്മാരെ എന്തിൽ നിന്നാണ് രക്ഷിക്കുക എന്ന് മാലാഹ യൗസേപ്പിനോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മോടുകൂടെ വരുന്നത്. യേശു എന്ന നാമം നമ്മെ നയിക്കുന്നത് പാപമോചന കൂദാശയിലേക്കാണ്, അതായത് കുമ്പസാരം. നമ്മുടെ മനസ്സാക്ഷിയെ പരിശോധിക്കാനും നമ്മുടെ ശുദ്ധമല്ലാത്ത കൈകളും നിർമ്മലമല്ലാത്ത ഹൃദയവും ശുദ്ധിയാക്കുവാനും നമ്മൾക്ക് ആദ്യത്തെ മാമോദിസയിലെ വിശുദ്ധിയിലേക്ക് തിരിച്ചെത്തിക്കാനും വേണ്ടിയുള്ള ഇടമാണ് കുമ്പസാരക്കൂട്. ഈ ആഗമന കാലത്ത് നമ്മൾ ഇനിയും കുമ്പസാരക്കൂട്ടിലേക്ക് പ്രവേശിച്ചില്ലെങ്കിൽ ഇനിയും സമയമുണ്ട്. അവിടുത്തെ 2 നാമങ്ങൾ 2 വലിയ ദാനങ്ങളാണ്. തിരുസാന്നിധ്യത്തിൻ്റെ ദാനമായ വിശുദ്ധ കുർബാനയിൽ ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ നിത്യം വസിക്കുന്നു. രക്ഷിക്കുന്ന ക്ഷമയുടെ ദാനമായ അനുരഞ്ജനത്തിൻ്റെ കൂദാശയിൽ യേശു, ദൈവം നമ്മെ രക്ഷിക്കുന്നു. നമ്മുടെ കവാടങ്ങൾ തുറന്ന് മഹത്വത്തിൻ്റെ രാജാവിനെ പ്രവേശിക്കാൻ ഒരുങ്ങേണ്ട ദിവസങ്ങളാണിത്. ക്രിസ്തുമസിനോട് അടുക്കുമ്പോൾ ഭയമില്ലാതെ വിശ്വാസത്തോടെ ഈ 2 ദാനങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് കർത്താവിനോട് ധൈര്യം ചോദിക്കാം. കൂടാതെ നമ്മൾ അറിയുന്നവരെയും നമ്മെ അറിയുന്നവരുടെയും കവാടങ്ങൾ തുറക്കാൻ അവിടുന്ന് നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കവാടങ്ങൾ തുറന്ന് വിശ്വാസത്തോടെ അവിടത്തോട് പറയാം: ഓ വരിക ഇമ്മാനുവേൽ, ഓ വരിക കർത്താവായ യേശുവേ. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.